ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 500 ml അളവിൽ പാലെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് അളവിനുള്ള ഷേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഈന്തപ്പഴം കൂടിയാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 5 എണ്ണേ ഉണ്ടാവുള്ളൂ. അതുകൂടി ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പുറത്ത് പോയി അധികം ഇങ്ങനെ ജ്യൂസോ ഷേക്കോ ഒന്നും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കെല്ലാം നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാൻ തീരെ ചെറിയ നേന്ത്രപ്പഴത്തിലൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നേന്ത്രപ്പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ചെറുപഴം ആയാലും മതിയാവും. അതും 2 എണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ അതും ഈ പാലിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബദാം കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 5-6 ബദാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബദാം ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പീനട്ട്സ്, കപ്പലണ്ടി ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പിങ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലിപ്പോൾ പഴം മധുരമാണ്, അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഈന്തപ്പഴമൊക്കെ മധുരമാണ്. അതിൻ്റെ പേരിലാണ് വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഫൈനലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ബൂസ്റ്റ് കൂടിയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബൂസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഹോർലിക്സ് ചേർക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇതുപോലെ എന്താണോ സൈഡായിട്ട് പാലിൽ കലക്കേണ്ടതായിട്ട് മിക്സ് ഉള്ളത് അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പക്ഷേ ബൂസ്റ്റ് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എന്നാൽ ശരി, ഞാൻ വേഗം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലൊന്നും കട്ട പിടിപ്പിക്കാതെ തന്നെ നമ്മുടെ കട്ടിയായിട്ടുള്ള ബനാന മിൽക്ക് ഷേക്കാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴൊക്കെ ഷേക്ക് തയ്യാറാക്കി കുടിക്കണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.